അപ്പൊ കഴിഞ്ഞ തവണത്തെ ടീം മേറ്റ് എന്താ സംസാരിക്കുന്നു? ഞങ്ങൾ ഡിസ്കഷൻ എന്ത് ചെയ്താൽ വെള്ളം ഒഴിക്കണേ? എന്ത് പറഞ്ഞു? എന്ത് പറഞ്ഞു? വെള്ളം ഒഴിക്കാന്ന് ചൂടാക്കി പിന്നെ കുളിക്കാൻ പോയി. എന്താ ക്യാമറ ഓക്കെ ആയില്ലേ? വൃത്തിയായിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. നമ്മുടെ ഇളക്കുകാരൻ ഈ ഇ ആണ്. എന്താ എന്തെങ്കിലും പറയാനുണ്ടോ? തോട അവസാനം മാത്രമേ ഇതിപ്പോ നമ്മുടെ പൊന്നി സത്യമുള്ള കാര്യമാണ്. എനിക്കറിയത്തില്ല കേട്ടോ. എനിക്ക് നമ്മുടെ അപ്പുറത്തെ പൊന്നുനെ കളർ കാണാൻ ഇവിടെ കളർ പടമല്ല ഓടിക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. ഇന്നും ഒരു കുക്കിംഗ് ചലഞ്ചാണ്. സത്യം പറഞ്ഞാൽ ഈ കുക്കിംഗ് ചലഞ്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്താ പറയുക, ഇവരെ മറച്ചു വെച്ച് സാധനങ്ങൾ സെറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഇടപാടിരുന്ന കാര്യമാണ്. കാരണം ഇവന്മാർക്ക് എന്തെങ്കിലും ക്ലൂ കൊടുത്ത് തന്നെ യൂട്യൂബിൽ കയറി പഠിക്കും. എനിക്ക് 100% ഇവരൊക്കെ ലോകൂടായി. എനിക്ക് വീട്ടിൽ പോലും പഠിച്ച വിഷയം അറിയാം. നമ്മൾ ആ ഒരു ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പഠിച്ച് മുളകിട്ടും മല്ലിയിട്ടും ആ രീതി വന്നു കഴിഞ്ഞാൽ രസം. അതുകൊണ്ട് ഇവന്മാർ അറിയാതാണ് മൊത്തം പ്ലാൻ ചെയ്തത്. സുബിനാണ് ഞാനിന്ന് എൻ്റെ അസിസ്റ്റൻ്റായിട്ട് എടുത്തത്. പുള്ളിക്കെന്നല്ല അറിയത്തില്ല എന്ത് സംഭവം. ഞാൻ കടയിലോട്ട് കയറി പോകുന്ന പുള്ളി കാണുന്നുണ്ട്. ഇപ്പം എല്ലാം സെറ്റ് ചെയ്യുന്ന ഭയങ്കര പണിയുള്ള കാര്യമായിട്ട് സംഭവം. ഇവരറിയാതെ സെറ്റ് ചെയ്യുന്നത്. കുക്കിംഗ് ചലഞ്ച് അല്ലേ? പിന്നെ ഇത്രയും എന്നെ ഇനി വീട്ടിൽ നിന്ന് ഇറക്കി വിടും. കഴിഞ്ഞ തവണ എൻ്റെ അമ്മയും അച്ഛനും വരെ ഭയങ്കര പരാതിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ സാധനം എന്താണെന്ന് ആർക്കെല്ലാം അറിയാം? എന്തെങ്കിലും ക്ലൂ ആണോ? ചുമ്മാ പറയാം കേട്ടെ. തേങ്ങാപ്പാൽ ഇരിപ്പുണ്ട്. തേങ്ങാപ്പാൽ വെച്ച് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അത് മാത്രമേ ഞാൻ കണ്ടു. തേങ്ങാപ്പാലാവുമ്പം പാൽപ്പായസം വല്ലതും ആണോ? സവാളയൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്, സവാള തക്കാളി കൊണ്ട് വെച്ചിട്ടുണ്ട്, മുളക് പൊടി കൊണ്ട് വെച്ചിട്ടുണ്ട്. പാലുണ്ട്. സ്റ്റൂ ആണോ സംശയമുണ്ട്. സ്റ്റൂ എന്തായാലും ഐറ്റം പറഞ്ഞു. ഇതായിരിക്കും താറാവ്. അത് ഞാൻ പറഞ്ഞു പറഞ്ഞ കേട്ടല്ലേ? താറാവല്ലേ കോഴി, കോഴി അല്ലെങ്കിൽ ബീഫ്. താറാവ്, കോഴി, ബീഫ്. ഒരു ക്യാമറ ഉള്ളു കേട്ടോ. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേറെ ക്യാമറ വേറെ ആളില്ല. നമ്മൾ കേടിയില്ല, മിസ് ചെയ്യും ഒത്തിരി. അപ്പൊ ഇന്നത്തെ സാധനം എന്താ ഞാൻ കാണിക്കട്ടെ എല്ലാവരും. പ്രത്യേകിച്ച് മൊബൈലൊക്കെ മാറ്റാം കേട്ടോ. നമ്മൾ അതിന് ഫണ്ണിയായിട്ടുള്ള സംഭവങ്ങൾ കിട്ടണമെങ്കിൽ കേട്ടോ മൊബൈൽ മാറ്റി അല്ലെങ്കിലും കിട്ടും. നമ്മളറിയാലോ, നിങ്ങളെ അറിയാലോ, അറിയാലോ. അപ്പൊ ടീം നിങ്ങൾ പഴയ ടീമാണോ? പിന്നെ അന്നത്തെ പോലെ ഹെൽപ്പ് ചെയ്യേണ്ടി വരും. എണ്ണ ഒഴിക്കണോ എന്നൊക്കെ സംഭവിച്ച റിസ്ക് ആണ് ഇത്തവണ. ഇച്ചിരി ഞാൻ പറയാലോ, സംഭവിച്ച സമയമെടുത്ത് ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ പണി കിട്ടുന്ന സാധനമാണ്. കാര്യം ഞാൻ പറയാം. ഇപ്പൊ ഞാൻ തരാം സാധനം കേട്ടോ. അപ്പൊ സൂക്ഷിച്ച് കണ്ട് ചെയ്യുക. ടെസ്റ്റ് ചെയ്യേണ്ടപ്പോ ഞാനാ വേറെ റൊമാൻസ് കുമാർ ഇനി മേലെ 5 ജീവനുള്ള ആളെ ഞാൻ വിളിച്ചു പോകും. എന്റെ ജീവനുള്ള ആളെ ഞാൻ വരുന്നത് പറഞ്ഞു. പാവം പിടിച്ച പുള്ളി പുള്ളി കണ്ടില്ല. ഗൈസ് അപ്പൊ നമ്മുടെ രാജശാലയ എന്തായിരിക്കും സാധനം? സവാളയുണ്ട്, തക്കാളിയുണ്ട്, എന്താ പച്ചമുളകുണ്ട്, പച്ചടി സവാള പച്ചടി. അപ്പൊ ഞാൻ സാധനം കാണിക്കാൻ പോകട്ടോ. എല്ലാവരും തിരിഞ്ഞേക്കാവോ? എല്ലാവരും അപ്പോൾ നമ്മുടെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് തുടങ്ങിയിരിക്കുകയാണ്. ഈ മത്സരങ്ങൾ കണ്ടുകൊണ്ടും ഇതിലെ പ്രവചനങ്ങൾ നടത്തിക്കൊണ്ടും ധാരാളം സമ്മാനങ്ങൾ നേടുവാനുള്ള അവസരങ്ങളാണ് എംബി ഒരുക്കിയിരിക്കുന്നത്. എംബി ഒരു ഇന്റർനാഷണൽ ലൈസൻസ്ഡ് കമ്പനിയാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ജയിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. വാട്സ്ആപ്പ് വഴി പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുവാനും ജിപേ, ഫോൺപേ മുതലായവയിൽ കൂടി പെട്ടെന്ന് തന്നെ നിക്ഷേപവും നടത്താവുന്നതാണ്. ഫാസ്റ്റ് വിഡ്രോയിലും വീക്ക്ലി ആൻഡ് സീസണൽ ബോണസും കസ്റ്റമർ സപ്പോർട്ടും ഇതിലുണ്ട്. അപ്പോൾ പ്രൊമോ കോഡായി അളിയൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വെൽക്കം ബോണസും ഫ്രീ സ്പിന്നുകളും ലഭിക്കുന്നതാണ്. നിങ്ങൾ ഫ്രീ ആയിരിക്കുമ്പോൾ ഇതിലൊക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ താല്പര്യത്തിന് മാത്രം കളിക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന ലിങ്കിൽ കയറി നോക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, പണം വെച്ചിട്ടുള്ള കളിയാണ്, നോക്കിയും കണ്ടും കളിക്കുക. അപ്പൊ ഇതാണ് സംഭവം കണ്ടോ. ഇത് നമ്മള് ദൂരേത് കൊണ്ട്, കാരണം ഇപ്പം ഈ സാധനം കിട്ടാനില്ല. അതുകൊണ്ട് അപ്പൊ കൊണ്ട് കാണിക്കുക. ഞണ്ടാണ്, ഞണ്ട് പിടിച്ചെടുത്ത്
പറയാം ഇതിപ്പം ഇത് നമ്മൾ തിളപ്പിക്കുക പറയാത്ത സാധനങ്ങളൊക്കെ ഉണ്ട്, മഞ്ഞ കറുത്ത സാധനങ്ങൾ. അപ്പോൾ നിങ്ങൾ 3 എണ്ണം ഒരാൾക്കാട്ടോ, ഒത്തിരി എടുത്തില്ല, 3 എണ്ണം ഒരു ടീമിന്. അപ്പോൾ രാജേശ്വരനും സുബിനും മതി ഒരു ടീമിൽ, കാരണം റൊമാൻസ് ഇപ്പോൾ വരും, ബാക്കി ഇവർ 3 വരും. നന്ദോളം ഏകദേശം അറിയാം സ്ഥിരം നമുക്ക് അല്ലേ. ഇവര് 3 റൊമാൻസ് ഇപ്പോൾ വരും. ആരൊക്കെ എങ്ങനെ ടീം എങ്ങനെ? അപ്പോൾ നന്ദോളിനെ PB നിതിനളിനെ ഒരു ടീമില്, രാജേശ്വരീനെ സുബിനെ റൊമാൻസ് കുമാർ അവർ ഷെഫ് ടീമാണ്. 3 എണ്ണം വെച്ചേ ഉള്ളൂ. അപ്പം തിളപ്പിക്കാനും വേവിക്കാനും ഉള്ള എല്ലാം ഉണ്ട്, ചട്ടിയുണ്ട്, പാത്രമുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. തുടങ്ങാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ രാജേശ്വരിയിലും സുബിനളിയിലും കൂടെ ഇവിടെ ഞണ്ട് പൊളിക്കാൻ പോയില്ലേ. പക്ഷെ ചിലരൊക്കെ പറയുന്നുണ്ട് ഈ സംഭവം എന്താ വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് പൊളിക്കണം എന്നൊക്കെ. പക്ഷേ രാജേശ്വരി നിങ്ങളെങ്ങനെ ചെയ്യുന്നത്? അതല്ല തിളപ്പിച്ച് ചെയ്യുന്നോ? തിളപ്പിച്ച് ക്ലീനിങ് ചെയ്യും. എനിക്ക് കൈയും കാലും ഓടിക്കാൻ ഇപ്പൊ ഞണ്ട് വലിയ ഞണ്ട് എടുത്ത് നമ്മള് ഇല്ലേ അല്ല കറി ഓരോരുത്തർക്ക് രീതിയിരിക്കും. ഞങ്ങൾ ഞങ്ങളുടെ രീതിയിലുള്ള കറി വെക്കും. ശരി ശരി, നമ്മൾക്ക് വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളെല്ലാം ചെയ്യും കേട്ടോ. ഗൈസ്, അപ്പോൾ നന്ദോളിയിലും പ്രവീണളിയിലും നിതിനളിയിലും അവിടെ റൊമാൻസ് വരുന്നുണ്ട്. അപ്പം എന്താ ഇവിടെ ഷട്ട് ചെയ്തു ഞണ്ട് പൊളിക്കാൻ തുടങ്ങും. തുടങ്ങി ചെയ്യും, എന്തെങ്കിലും ചെയ്യും. നമുക്കൊരു എത്ര സവാള 3 എണ്ണം ഉള്ളതുകൊണ്ട് ഒരു 3 സവാള ഇടും. എന്താ 2.5 കിലോ സവാള. ഓക്കെ, എടുത്തെടുത്തു. ഇവിടെ എല്ലാം ഫാസ്റ്റാണ്. ഇവിടെ PB എല്ല് വേണ്ടതാണോ? PB കാല് തിന്നാറുണ്ട്, കടിച്ചു പൊട്ടിച്ചാണ് നമ്മള് ഷാപ്പിലേക്ക് അറിയുന്നത്. ഓക്കെ ഓക്കെ, കാല് കടിച്ചു പൊട്ടി വിശ്വസിക്കില്ല. ഇത് നിങ്ങളെ ഇവിടെ സവാള അരിഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇത് സംഭവം വേണ്ടത് ആരോട് ചോദിച്ചു? വേണ്ട, ഇത് വേണ്ടല്ലേ? അവിടെ എടുത്തിട്ടുണ്ടോ? വേണ്ട, ഇല്ല, അടുത്തെടുത്ത് കൈമുറിയില്ല കേട്ടോ മോനെ. മറ്റേ പറഞ്ഞോട് ഒരു മഞ്ഞ സാധനം ഉണ്ടോ അതിനകത്ത്? അതും കറുത്ത് കളയണേ. അല്ല, ഇവിടുന്ന് വിളിക്കണം ഇങ്ങനെ പുളിച്ചോടാ ഇങ്ങനെ ഈ തോട് ഇങ്ങനെ തോടായിട്ട് ആ സംഭവം അത് സംഭവം മാറ്റണം. അതല്ലേ വിഷയം, അത് അതിന്റെ ആവശ്യമില്ല. അല്ല അതല്ലേ വിഷയം, വയറിന് വിഷയം. ഓ, തിന്നത് പിന്നെ ഈ സാധനം ഇവിടെ എന്തായി? ഇതെല്ലാം വേസ്റ്റാണോ? ഇത് പുള്ളി പൊന്നെടുക്കാൻ വേണ്ടി വെച്ചേക്കും. അത് പിന്നെ അപ്പോൾ കഴിച്ചുകൊണ്ട് ഇവിടെ നമുക്ക് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഓരോരുത്തർക്കും 5 ലിറ്റർ വെള്ളമാണ് കൊടുത്തിരിക്കുന്നത്. അല്ല വെള്ളമാണ് കേട്ടോ. നിങ്ങൾ വാഷ് ചെയ്യാനൊക്കെ സാധനമുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ട് ഏകദേശം ഇത്രയാണ്. സെറ്റാണ്. പക്ഷേ ഇതാണ് ചീന്തി തിന്നോടാ നീ സത്യം പറ. തിന്നോ ഇതിപ്പോൾ അടുത്തത് എന്താ? ഇത് നമ്മളിപ്പം ട്രഡീഷണൽ ആയിട്ട് പോയേക്കാം ഇപ്പോൾ വീഡിയോ കേട്ടോ. കോമഡിയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സീരിയസ് ആയിട്ട്. അപ്പോൾ ചിലരും നല്ല രീതിയിൽ അഴുക്ക് കളഞ്ഞെടുക്കുക. നമുക്ക് അടുത്ത പാചകത്തിലോട്ട് പോകാം കേട്ടോ. ഓക്കെ, ഇവിടെ കഴിയുമല്ലോ. ഓക്കെ, അപ്പോൾ ഈ സാധനം വേണ്ടേ? വേണം. പൊന്ന് പുതിയ ആളല്ലേ? പക്ഷെ പുതിയ താങ്കളുടെ പഴയ ആളെന്തി? പഴയ ആള് വയ്യ. ഓക്കെ ഓക്കെ ഗൈസ്, എൻ്റെ PBയുടെ എന്താ സംഭവം? ഇഞ്ചിയും വെളുത്തുള്ളി അതെന്ത് ചതയ്ക്കണം. ചതച്ചോണ്ടിരിക്കും ഗൈസ് നമ്മൾ PB. നമ്മുടെ നിതിനളിയുടെ എന്താ പറയുക, ക്യാമറ കൊണ്ടിരുന്നത്. ഓക്കെ ആയില്ലേ? വൃത്തിയായിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തായി? ഉപ്പ് പറയണ്ട, ഞാൻ വരണ്ടേ? ക്യാമറ വരണ്ടേ? ഞാൻ മാത്രമല്ലേ ഉള്ളൂ. പറയാം. ഓക്കെ, കിട്ടും. ആ പറഞ്ഞു. ഓക്കെ, മനോഹരമായിട്ട് ഇതാണ്ട് സവാള അരിയുക. മഞ്ഞളിട്ട് ചെയ്യുന്നു.
ഗൈസ്, അപ്പോൾ നമ്മുടെ റൊമാൻസ് വന്നിട്ട് റൊമാൻസ് കുമാർ ഷെഫ് കഴിഞ്ഞ തവണത്തെ റിവ്യൂ പറഞ്ഞ് തെറി വിളിച്ച ആൾക്കാരില്ലേ? കഷ്ടം, വെച്ച് കാണിക്കില്ലേ? പിന്നെ ഒരു വീഡിയോയ്ക്ക് വന്നിട്ടില്ല. പേടിച്ച് എന്തൊക്കെയാ? മുളകുപൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഉലുവ ആയിരിക്കും, കുരുമുളക് പൊടി. കഴിഞ്ഞ ഇതേ പ്രാർത്ഥന ഉണ്ടായിരുന്നു ബീബി. അതുകൊണ്ടാ ജയിച്ചോ? ജയിച്ചായിരുന്നു. ജനങ്ങളുടെ മനസ്സിൽ രാജാക്കന്മാരായിരുന്നു അറിയാം. കർപ്പൂരം വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ജയിക്കുവാണെങ്കിൽ കുറച്ച് സാമ്പിൾ വീട്ടിലേക്ക് കൊടുത്ത് തന്നു. കൊണ്ടേ തുറക്കാം. അതാരൊക്കെ ഇതിപ്പോ ജായ്സലിന്റെ പാചകത്തിലേക്കുള്ള അടുപ്പ് കൂട്ടിയിരിക്കുകയാണ് ഇവിടെ. ചട്ടി വെച്ചിരിക്കുകയാണ്. ഗൈസ്, അപ്പോൾ ഇവിടുത്തെ രാജശാല ടീമിൻ്റെ ആണ് ഇതൊക്കെ. അതൊക്കെ അതിഗംഭീരമായിട്ട് പൊന്നെ കൊണ്ട് അതിഗംഭീരമായിട്ടുള്ള സെറ്റ് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയൊക്കെ ഉണ്ട്. റൊമാൻസ് ഇഞ്ചിയാണ്. ഇഞ്ചി വെളുത്തുള്ളി, പാൽ തേങ്ങാപ്പാൽ ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. അതായത് ഇത് കുലിക്കെടുക്കണം കേട്ടോ, കാരണം തേങ്ങാപ്പാൽ കേട്ടോ. ഗൈസ്, അപ്പോൾ കഴിഞ്ഞ കാണുന്ന ടീംമേറ്റ് എന്താ സംസാരിക്കുന്നു? ഞങ്ങൾ ഡിസ്കഷൻ എന്ത് ചെയ്താൽ വെള്ളം ഒഴിക്കണ്ടേ? എന്ത് പറഞ്ഞു ഇപ്പം? എന്ത് പറഞ്ഞു? അപ്പോൾ നമ്മുടെ രാജശാലൻ ടീമിന്റെ തുടങ്ങാൻ പോണല്ലേ? അപ്പോൾ തുടങ്ങാം. ഇതിപ്പോൾ എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പി വി കടുകിടാൻ പോണ. കടുക് പൊട്ടിയില്ല. അപ്പൊ അത് വെള്ളമോ? ഓക്കെ കേസ്, അപ്പോൾ നമ്മുടെ രാജശാലം വരുന്നുണ്ട്. പെട്ടെന്ന് മറന്നേ, സോറി. എടാ, അത് വാഷ് ചെയ്താലായി. വാഷ് ചെയ്ത് ഓക്കെ. ഓക്കെ ഇഞ്ചി വെളുത്തുള്ളി ഇടാവാണ്. കൈക്കൂട്ടെന്ന് പറയാം. മണം അടിക്കുന്നു. ഇവിടെ എണ്ണ കുറവാണ്. അവിടെ എണ്ണ ഇച്ചിരി കൂടുതലാണ്. ബ്രൗൺ ആയിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഇടണമെന്നില്ല. പറഞ്ഞിട്ടാ പോഴേ. ഉള്ളി ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. സവാള ചിന്ന വെങ്കായം, പെരിയ വെങ്കായം, പച്ചമുളക് നടുക്കൂടെ കീറിയത്. ഇട്ടോ. ഓക്കെ. തക്കാളി മാത്രമേ ഇടാമോ? ഓക്കെ, വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഊതാനാ പറഞ്ഞത്. തക്കാളി ബീബിയുടെ തക്കാളി, നാടൻ തക്കാളി. തേങ്ങാപ്പാൽ എപ്പോഴും ഒഴിക്കണ്ടേ? ഇപ്പഴാ നമ്മുടെ ഇപ്പിയാണ്. അല്ല, നമ്മുടെ മെയിൻ ഇളക്കുകാരൻ. വഴട്ടൽ ഇപ്പിയാണ്. വഴട്ടൽ ഇപ്പി മാറിക്കിട്ടത്. അപ്പൊ ഇവര് പൊടിയിടാൻ പോകട്ടോ. പറഞ്ഞു മഞ്ഞപ്പൊടി. ഓക്കെ, അടുത്തത് മാരിപ്പത്ത്. ഓക്കെ, കേട്ടോ. കിട്ടും. അതെന്തോ
മല്ലി മല്ലിപ്പൊടി ശകലം മതി കേട്ടോ, ചൊവ്വ വരും കൂടിയ. ഓ പഠിച്ചത് നേടി പോയിട്ട് എല്ലാ കാര്യങ്ങള്. മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. മണം ആയില്ലല്ലോ. അത് മല്ലിപ്പൊടിയുടെ മണം. പിന്നെ വേറെ എന്തെല്ലാം ഉണ്ടോ? വേറെ എന്തെല്ലാം ഉണ്ടോ? വെള്ളം വെള്ളം ഗരം മസാല. അപ്പൊ ഗരം മസാല ആയിട്ടുണ്ട്. വെള്ളം ഒഴിച്ചോ? ഓക്കെ സെറ്റല്ലേ ബിബി? നാടൻ തക്കാളി എന്തു നമ്മുടെ ഇളക്കുകാരൻ ഈ ഇപ്പിയാണ്. എന്തെങ്കിലും പറയാണ്ടോ? ഞണ്ട്. ഓക്കെ ഞണ്ടായി. ഇവിടെ ഞണ്ടായി കേട്ടോ. ഇവിടെ ഞണ്ടായി. സോ ഫാസ് കൊള്ളാം. സത്തം. ഓക്കെ ഓക്കെ. വെള്ളം ഒഴിക്കണം. മുട്ടക്കറി. നമ്മള് ഞണ്ട് അങ്ങോട്ട് ഇടുകയാണ്. ഓക്കെ പോയത് നല്ല ഫ്രഷ് ഞണ്ട്. ജീവനോട് പിടിച്ചല്ലേ? ജീവനോട് പിടിച്ചല്ല. അല്ലല്ലോ സംശയമാണ് മൊത്തം. ഇതിപ്പം നന്ദോളിയൻ ടീമിന്റെയൊക്കെ ഇതിപ്പോ നന്ദോളിയൻ ടീമിനെയും ഞണ്ട് ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം ഒഴിച്ചു ഞണ്ട് ഇട്ടിട്ടുണ്ട് അവര്. ഒന്ന് നല്ലപോലെ ഒന്ന് വേവണം. വേറെ ഒന്നും ചെയ്യണോ? തേങ്ങാപ്പാല് വേറെ ഒന്നും ചേർക്കാണ്ടോ? അങ്ങനെ ചോദിക്കല്ലേ. കർപ്പൂരം ഒഴികെയല്ല നമ്മൾ ചേർത്തിട്ടുണ്ട്. കുരുമുളക് ഗൈസ്. അപ്പൊ ഇവിടെ ഭയങ്കര ഫാസ്റ്റ് കേട്ടോ. അവിടെ ഉള്ളി വഴറ്റുന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ പാല് വരെ എത്തി. ഞണ്ടിട്ട് പാലായില്ലേ? അല്ലല്ല, ഞാനിത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നില്ലേ. അല്ല പിഴിഞ്ഞെടുത്തല്ല, ഞാൻ പൊടി മേടിച്ച് കലക്കി ചൂടുവെള്ളത്തി. പിന്നെ എന്ത് ദൈവമേ. ഇവിടെ അവിടെ കണ്ട് നോക്ക്. അവിടെ എല്ലാം വായി ഞണ്ടിട്ട് കഴിഞ്ഞ് പാല് വലിയ ഒഴിച്ചു. അറിയോ? ഇവിടെ ഓക്കെ കേട്ടോ. മഞ്ഞച്ചാന്ത്. ഓക്കെ ഓക്കെ. അടുത്ത മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മുളകച്ചാന്ത് എല്ലാം കൈക്കൂട്ടല്ലേ? കൈകളോ? ഓക്കെ ഓക്കെ. അതെന്താ സൗര? മല്ലിപ്പൊടി പറഞ്ഞു. കുരുമുളക് ചാന്ത്. ഗരം മസാല. അടുത്ത ഗരം മസാലയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഗരം മസാല ഇളക്കണം. നല്ല മണമുണ്ട് കേട്ടോ. മണം നല്ലോണം വരുന്നുണ്ട്. ഉപ്പ് വേണം. ഉപ്പേ അടുത്ത വെള്ളമാണ്. വെള്ളം വരാലൂടെ. ബാക്കി തേങ്ങാപ്പാലുള്ള കളിയാണ്. ഓക്കെ ഓക്കെ. ഇപ്പൊ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ള ബേസ്. ഓക്കെ. അവിടെ സംഭവം ഇട്ട് കഴിഞ്ഞു. ജസ്റ്റ് അവിടുത്തെ കാണിക്കാം. എന്തായിരുന്നു തുറന്ന് കാണിക്കാം. നല്ല ചൂടുണ്ട് കേട്ടോ. തിളച്ചില്ലേ? ചാറും ഉണ്ടായി സത്യം പറഞ്ഞു. ഓക്കെ ഓക്കെ. ഇത് പൊളിക്കും. ഇതിപ്പം നമ്മുടെ രാശലിലേക്ക് ഞണ്ടിട്ടേ ഉള്ളൂ. അവിടെ ഞണ്ട് വേവാറായെന്ന് തോന്നുന്നു. ഇവിടെ ഇട്ടതേ ഉള്ളൂ. അങ്ങോട്ട് ഇറക്കി പിന്നെ അങ്ങനെ അതല്ലേ? റൊമാൻസ് ആണ് അതിനെ മണ്ടൊക്കെ തളിക്കുന്നത്. പേടിയുണ്ടല്ലേ? പാൽ വയ്ക്കാൻ പോണ ഇവിടെ. ടേസ്റ്റ് ഉണ്ട്. കുറച്ച് കളഞ്ഞേക്കട്ടോ.
ജപ്പാൻ കുക്കിംഗ് ആണ് ഞണ്ട് കുറച്ച് വെന്തതിന് ശേഷം മാത്രം അല്ലെ പൊന്നിനവിടെ അഴിഞ്ഞു പോകും ഏറ്റവും മുകളിലോട്ട് ശേഷം ഞാൻ കണ്ടു വെള്ളം കുറവാന്നോ അങ്ങനെ ചോദിക്കില്ലേ അവരോട് നീ ഒന്നും ചോദിക്കില്ല വെള്ളം എടുക്കാൻ പോയോ വെള്ളം കിടക്കണ്ടേ ഇനി വന്നിട്ട് മധുരം കുറഞ്ഞു ചോദിച്ചാൽ പുള്ളി സംസാരം എടുക്കാം ജപ്പാൻ ജപ്പാൻ പൊക്കാൻ പോണ പൊക്കാൻ റൊമാൻസിന്റെ കയ്യിൽ അത് കൊള്ളാം പ്ലാസ്റ്റിക് എടുക്കല്ലേ പ്ലാസ്റ്റിക് ഇട്ട് പിടിക്കില്ലേ പൊളി ഒരു രക്ഷയില്ല പൊന്നിറക്കുമെന്ന് പറഞ്ഞാൽ ഇത്ര ആ സാധനം മാത്രമല്ലേ ഇത് മാത്രം ഇത് മാത്രമേ ഇത് മറ്റേത് ആവശ്യമില്ല. ഇതിപ്പോ നമ്മുടെ രാജശാലിന്റെ ടീമിനൊക്കെ പൊന്നി ചേർക്കുന്നുണ്ട് പൊന്ന് സത്യമുള്ള കാര്യമാണ് എനിക്ക് അറിയത്തില്ല കേട്ടോ എനിക്ക് നമ്മുടെ അപ്പുറത്തെ പൊന്നുവിനെ കുഹുട്ട് അടച്ചിരിക്കുകയാണ് കുറച്ച് പാലൊഴിച്ചാലോ ടേസ്റ്റ് ഉണ്ടോ നമ്മൾ ടേസ്റ്റ് അതല്ലേ ഞാൻ ചാറല്ല എനിക്കിത് വെന്തോ അറിയണം മാർക്ക് അറിയണുണ്ടോ വെന്ത് പറഞ്ഞല്ലേ മനസ്സിലായോ ഇച്ചിരി കളർ കുറവുണ്ട് ഇതിപ്പോ സൗണ്ട് ഉണ്ടോ സൗണ്ട് കേട്ടോ കളർ കാണാൻ വന്നു കളർ കാണാൻ ഇവിടെ കളർ പടമല്ല ഓടിക്കുന്നത്. മൂക്ക താടി എന്തൊരു മണക്കറുണ്ടോ ചിലപ്പോ എന്റെ താടി കരിഞ്ഞേ കുഹു തുറന്നോ പറയണ്ടേ കുഹു മണമുണ്ട് മുട്ടക്കറി കേട്ടോ എനിക്ക് വായിന്ന് വെള്ളം വരുന്നുണ്ട് നല്ല പോലെ ഇത് വെള്ളക്കുറവാണോ ബിബി ഇവിടെ ആവിയായി പോയതുണ്ടോ കുറച്ച് ഈ മണം വരാൻ കുറച്ച് ഗരം മസാല ഇട്ടാലോ മണമുണ്ട് കാറ്റ് അവിടെ നിന്ന് അടിക്കുന്നുണ്ട്. അത്രയും പൊക്കല്ലേ കഴിഞ്ഞ തവണ ഇത് വെച്ച് അടച്ചാൽ മതി. കഴിഞ്ഞ ഞങ്ങളപ്പോ എല്ലാ ഇവിടെ നല്ല രസമുണ്ട് കാണാൻ. രസമുണ്ടാണ് മുളകുപൊടി ഇച്ചിരി നല്ല കളർ വെച്ചിട്ടുണ്ട്. മുളകുപൊടിയുടെ കളർഫുൾ ആയെന്നാ പറഞ്ഞല്ലോ ഒന്നേട്ടോ നമ്മള് ഇത് മണമുണ്ട് വലിയ ഇത് പറയാം ഇങ്ങനെ പണ്ട് ഇങ്ങനെ വീട്ടിലെല്ലാം ഫുഡും കാര്യങ്ങളും എല്ലാം വെക്കുന്നത് കക്കയിറച്ചൊക്കെ അടിപൊളിയായിട്ട് ബീഫ് കുഹു വെച്ചടക്ക് ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നമ്മുടെ രാജശാലൻ ടീമിന്റെ ഇതിനുവേണ്ടി വെയിറ്റിംഗ് ആണ് എല്ലാവരും അവരുടെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് അല്ലേ നിങ്ങൾ ഇനിയും വേറെ ഐറ്റം ഉണ്ടായിട്ടില്ല കഴിഞ്ഞു കഴിഞ്ഞല്ലോ എല്ലാം കഴിഞ്ഞു ചേർക്കണോ വേണ്ട എല്ലാം കറക്റ്റ് ഉപ്പ് ടേസ്റ്റ് ആയിരുന്നു നോക്കി നോക്കുക എന്തായി സൗര 2 മിനിറ്റ് രാത്രി 6:30 ആയി എന്നാലും കുഴപ്പമില്ല പതുക്കെ അല്ലെങ്കിൽ സെറ്റ് ചെയ്യാൻ മതി അതിൽ കറക്കി കൂട്ടി വെക്കും ഞണ്ട് കറി അടുപ്പിൽ തന്നെ വെക്കണം കേട്ടോ തിരിച്ച് അതെ താഴെ പോലെ സൂക്ഷിച്ച് വെക്കണം അപ്പോൾ എല്ലാവരും വെയിറ്റിംഗ് ആണ് കേട്ടോ റൊമാൻസിനൊക്കെ 100% വിശ്വാസം അത് സെറ്റാണെന്നില്ലേ മോനെ എനിക്ക് വിശ്വാസമാണ് എന്തൊരു ഒരു ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചില്ലേ ഒഴിച്ചാൽ വിശ്വാസമല്ലേ നിങ്ങൾ ഒഴിക്കുന്നില്ല ഇപ്പൊ ഞങ്ങളുടെ എല്ലാം കഴിഞ്ഞു കംപ്ലീറ്റ് ഓക്കെ ഞാൻ കണ്ടില്ലല്ലോ ലാസ്റ്റ് വെച്ചിരിക്കുന്നത് ഞങ്ങൾ രഹസ്യമായിട്ട് ഒഴിച്ചാൽ ഞാൻ കണ്ടില്ല ഞാൻ ഫുൾ ടൈം ഞങ്ങള് രുചി കൂടാൻ വേണ്ടി ഒരു ടേസ്റ്റ് ഞങ്ങൾ ചേർത്തിട്ടുണ്ട്. അപ്പൊ ഫൈനലായില്ലേ ഇതെന്തോ തേങ്ങാപ്പാൽ ശരിക്കും കുലിക്കണം ശരിക്കും തേങ്ങാപ്പാൽ ഒഴിക്കണം. ഓക്കെ ചുറ്റി കറക്കുള്ളൂ അതിന്റെ മേലോട്ട് പേടി എല്ലാവർക്കും എന്താ പേടിക്കുന്നേ പുള്ളിയല്ലേ ഒന്നും പേടിക്കുന്നതായിരുന്നു. എന്തോ ഫൈനൽ ടച്ച് എന്തോ കുരുമുളക്
വരും അടുത്തേ പച്ചക്കറിയാപ്പില ലാസ്റ്റ് ഫൈനൽ ഗരം മസാല ലാസ്റ്റ് ഇവരുടെ കുരുമുളക് ഗരം മസാല കരിയാപ്പില ഓക്കെ മണമുണ്ട്. ഒരു മാസത്തെ കറിയുണ്ടല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ടച്ച് രാജേഷ് കുമാർ ആൻഡ് ടീമിന്റെ. അപ്പം കറിയുണ്ട്, നല്ല കറിയുണ്ട്. പക്ഷേ റോസ്റ്റ് അല്ല, കറിയാണ്. റോസ്റ്റ് ആയി പോയി. ഈ റോസ്റ്റ് ആക്കി ടേസ്റ്റ് എനിക്ക് തോന്നുന്നു. കാരണം എനിക്ക് എന്നെ എത്ര വിളിക്കില്ല ദേവേ. ഒരു കൈ വേറെ ചേർക്കണം എന്തെങ്കിലും. ഓക്കെ, ഇവിടെ തേങ്ങാപ്പാൽ ചേർക്കണം. വീണ്ടും തേങ്ങാപ്പാൽ വീണ്ടും കുലുക്കിയോ. 6:30 സമയം 6:30. അപ്പോൾ നമ്മളെ വെട്ടം പൊക്കോണ്ടിരിക്കണം. അപ്പോൾ എന്തായി, ഇറക്കുമല്ലേ? സംഭവം ഓക്കെ അല്ലേ? ബിബി ഓക്കെ സെറ്റ്. അപ്പോൾ ഇറക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ മറ്റേ തുറക്കാവോ? ഒന്ന് തുറക്കാവോ? അടയ്ക്കാൻ പോകും. നേരത്തെ വെച്ചോണ്ട് ഈ തിളപ്പൊന്നും കാണത്തില്ല. നമ്മുടെ റോസ്റ്റ് മണമുണ്ട്. ഇവിടെ ഇത് റോസ്റ്റും ഇത് കറിയാണ്. തേങ്ങാപ്പാൽ ഇച്ചിരി കുറവ് കേട്ടോ, നമ്മൾ ഒത്തിരി യൂസ് ചെയ്തിട്ടില്ല കേട്ടോ തേങ്ങാപ്പാൽ. അടിപൊളിയായിട്ട് ബന്ധം തോന്നുന്നു. എനിക്കറിയാം നമ്മൾ കഴിക്കുന്ന രീതി ഉണ്ടല്ലേ, ഈ ഞങ്ങൾ എനിക്കറിയത്തില്ല. അപ്പം അറിയുന്ന രീതി കഴിക്കാൻ പോകണം. സമയത്തിനായി വേറെ കൊണ്ടുവരാൻ പറ്റിയില്ല. ആദ്യം നമുക്ക് ചാറ് ടേസ്റ്റ് ഒന്ന് കളഞ്ഞേക്കാം. ഗൈസ്, അപ്പൊ നമ്മുടെ ഞണ്ടിന്റെ കൈ കടിക്കാൻ പോവാണ് ഞാൻ. പല്ലൊടിയും സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇതാ സംഭവം. എന്തില്ലടാ, എന്ത് കാണുന്ന ദൈവമേ പറയുന്നത്. ചാറും കൂട്ടി കഴിക്കാൻ നമുക്ക്. അല്ല, സംഭവം ടേസ്റ്റ് ഉണ്ട്. ഞണ്ട് കൊള്ളാം. എന്തോ ഒരു എനിക്ക് ഇത് പറയാനുള്ളത്, ഒരു മസാല എന്തോ ഒരു ചെറിയ കൈപ്പോലെ ചെറുതായിട്ട് എന്തോ മസാല കൂടിയതോ ഇതിന്റെ തക്കാളി ഇല്ലേ, ഒരു കൈപ്പോലെ ചെറുതായിട്ടുണ്ട്. പിന്നെ ഇത് വേവ് ഒത്തിരി വേവില്ല, ഒരു ആവറേജ്, അതായത് നോർമൽ വേവാ. എന്നിട്ടും ഉണ്ട്. അതെ അതെ, പക്ഷെ വന്നിട്ടും ഇല്ല. അതെ അതെ അതെ. അപ്പൊ അടുത്ത കൈ വേണോ? കൈ അപ്പോൾ രാജശാലിൻ ടീമിന്റെ ആണ്. ചാറ് ചാറ് അരമണിക്കൂർ ഇരിക്കുന്നു. ചൂടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. സെയിം വേവാണ് രണ്ടിലും കേട്ടോ, മറ്റേതും ചൂടാണ് വേവ് ഉണ്ടാകും. അപ്പോൾ ഇതിപ്പം സംഭവം അടിപൊളിയാണ്. അപ്പോൾ അടിപൊളിയായിട്ട് എനിക്ക് ടേസ്റ്റ് തോന്നുന്നുണ്ട്. നല്ല ചാറൊക്കെ തേങ്ങാപ്പാലിലേക്ക് നല്ല ഒരു അടിപൊളി ടേസ്റ്റ് ഉണ്ട്. എനിക്ക് രീതി അറിയത്തില്ല, ക്ഷമിക്കുക, തെറി വിളിക്കൽ. ഈ അറിയാവുന്ന കൊന്തനെ കൊണ്ട് ചെയ്യിക്കണമെന്നൊക്കെ പറയും. എനിക്കറിയാം, ഈ രാത്രിയായിട്ടാണ് ഞാൻ തന്നെ ചെയ്തത്. അപ്പോൾ സംഭവം പി ബി ഒന്ന് ടേസ്റ്റ് നോക്കി. പി ബിയുടെ അഭിപ്രായം എന്ന് പറയും. ആണ് പി ബി എന്ന് പറഞ്ഞു. പി ബിയുടെ അഭിപ്രായം ചോദിക്കും. അല്ല, സംഭവം കൊള്ളാം. കുറച്ചെനിക്ക് നാളത്തേക്ക് തരിക എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഞാനിന്ന് കൊണ്ടുപോകുന്നുണ്ട്. ഗ്രേവി എല്ലാം കറക്റ്റ്. അവരുടെ ഗ്രേവി എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട്. ഇന്നോർ അവരുടെ മോശമെന്നല്ല കേട്ടോ, തേങ്ങാപ്പാൽ കൂടുതൽ യൂസ് ചെയ്ത് വരാം. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറും അല്ലേ? പ്രമാണിച്ചത് പറയാള്. ഞങ്ങൾക്ക് നേരത്തെ അറിയാം ഞങ്ങളുടെ ഗംഭീരമായിരിക്കും. രണ്ടാമത് തേങ്ങാപ്പാൽ ഒഴിച്ചപ്പോ പറയുന്നത് കേട്ടല്ലോ.
എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. അല്ലേ പറയടാ. രണ്ടും നല്ലതാണ്. പക്ഷെ അവരുടെ കുറച്ച് ചെറിയൊരു തേങ്ങാപ്പാലിന് നല്ല taste ഉണ്ട്. നല്ല കുറച്ച് taste ഉണ്ട് അറിയാനുണ്ട്. ഗ്രേവിക്ക്. തേങ്ങാപ്പാൽ നമ്മൾ കുറച്ച് ഒഴിച്ച് അവർ കുറച്ച് കൂടുതൽ ഒഴിച്ചപ്പോൾ അതിൻ്റെ ആയിട്ടൊരു ടേസ്റ്റ് അറിയാനുണ്ട്. പറ. ഇപ്പൊ നമ്മൾ ചൂടോട് കൂടി കഴിച്ചില്ലേ, അരമണിക്കൂർ ഇരിക്കണത്. ഗൈസ്, അപ്പോൾ സമയം 6:45 കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ ഞണ്ട് കറി അവസാന ഘട്ടത്തിലായിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ വിധി പറയാൻ സമയമായിരിക്കുകയാണ്. വിധി ഓൾറെഡി പറഞ്ഞില്ലേ? വിധി പറഞ്ഞു. അപ്പം എനിക്ക് തോന്നിയ ഞാൻ പറഞ്ഞു കേട്ടോ, അതായത് എനിക്ക് കഴിച്ചിട്ട് തോന്നിയ കാര്യമാണ് പറയുന്നത്. അപ്പം സത്യം പറഞ്ഞാൽ ഈ അഭിപ്രായം പറയാൻ പേടിയുണ്ട്. കഴിച്ചിട്ട് ടേസ്റ്റ് റൊമാൻസ് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കഴിച്ചിട്ട് തോന്നിയ ഒരു, അതായത് രണ്ടാമത് ഞാൻ പിന്നെ ഇവരോടൊക്കെ ചോദിച്ചു എങ്ങനെയുണ്ട്. ഇവരുടെ വളരെ മനോഹരമായ ഒരു കറി ഉണ്ടാക്കി തന്നു. അപ്പോൾ ഒട്ടും മോശമല്ല ഇവരും കേട്ടോ. ഇവര് തേങ്ങാപ്പാലിന്റെ കുറവുണ്ട്. അത് ചെറിയ ഈ അടുക്കി പിടിച്ച ടേസ്റ്റ്, ചെറിയ കയ്പ്, ചെറുത് കയ്പ് വരുന്നുണ്ട്. അതിന്റെയാണ്. അപ്പൊ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് എനിക്ക് മനോഹരമായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും അടിപൊളിയായിരുന്നു. ഞങ്ങൾ കുറച്ച് എടുത്തുള്ളൂ, ആ കുപ്പി രണ്ടുകൂടെ കണ്ടു കഴിഞ്ഞു. എടുത്ത് കുപ്പി എടുത്ത് കാണിക്കാമല്ലോ. ഗൈസ്, ഇതാണ് തേങ്ങാപ്പാലിന്റെ അവസ്ഥ. തേങ്ങാപ്പാൽ ഇവർ ഇത്രയും, അതായത് ഫുള്ളുണ്ടായത് ഇത്രയും വെച്ചുള്ളൂ. പക്ഷേ ഇവർ മൊത്തം ഒഴിച്ച് ലാസ്റ്റിൽ എന്തോ സംഭവമൊക്കെ ഇടില്ലേ ലാസ്റ്റിൽ. അപ്പോൾ എല്ലാവരും നന്തോളിനൊക്കെ ഒരുപാട് കഠിനപ്രയ, ഇവ നന്തോളി വെള്ളം ഉണ്ടായി. ഈ പി വി ഒന്നും ഒരുപാട് ഇത് ചെയ്യാനില്ലേ, അല്ലെ ബീബിയുടെ കുറെ പ്രത്യേക കൂട്ടാണ് നന്തോളിനെ വിലക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് ചെയ്തില്ല എല്ലാവരും. ഇത്ര ശ്രദ്ധിച്ചല്ലായിരുന്നു കേട്ടോ. കഴിഞ്ഞ വളത്തെ കൂട്ടൊന്നും വളരെ സീരിയസ് ആയിട്ടാണ് ഇത്തവണ പോയത് എല്ലാവരും. അപ്പം ഇത്തവണ വിജയിച്ച നമ്മളെ രാജശലിയൻ ടീം, ഒപ്പത്തിനൊപ്പം വന്ന അപ്പോൾ ഈ സമയം 7 മണി ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വെട്ടം നല്ലപോലെ പോയി. അപ്പോൾ എല്ലാവരും നല്ലപോലെ കഷ്ടപ്പെട്ടു. അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.